സ്ഥലത്ത് നിന്ന് നമ്മൾ കാത്തു നിൽക്കുന്ന സമയത്ത് ഇതര സംസ്ഥാനക്കാരായ സ്ത്രീകൾ വന്നിട്ട് ഈ ഗ്ലാസ് തുടച്ചു തരും. വേണ്ട എന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ അവർ ചെയ്ത് കഴിയും. പക്ഷേ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞ് പണം കൊടുക്കാതെ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറ്റബോധം തോന്നും. പലപ്പോഴും നമ്മുടെ ആരുടെ കയ്യിലും ചില്ലറ ഉണ്ടാവില്ല. കാരണം ഈ GPay ചെയ്ത് ശീലിച്ചവർ കയ്യിൽ ഇപ്പോൾ കറൻസി കൊണ്ട് നടക്കുന്ന തന്നെയില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വന്ന് കൈ നീട്ടി കഴിഞ്ഞപ്പോൾ വേറൊരു നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ GPay ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തന്നെ ഫോണിൽ QR കോഡ് നൽകുന്നു. നമ്മൾ ഒരു ചെറിയ പൈസ അവർക്ക് കൊടുക്കുന്നു, വാങ്ങിയിട്ട് പോകുന്നു. അപ്പോൾ ഒരു കാലത്ത് ഇതൊക്കെ സത്യനന്ദിക്കാട് ഒരു സിനിമയിൽ കരിക്ക് കുടിച്ചിട്ട് നരേൻ്റെ കഥാപാത്രം ഒരു ഒരു ഡെബിറ്റ് കാർഡ് കൊടുക്കുന്നത്, ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നത് അന്നൊരു കോമഡി ആയിരുന്നു. ഇന്ന് പക്ഷേ നമ്മൾ 10 രൂപയുടെ കപ്പലണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ QR കോഡ് വഴി സ്കാൻ ചെയ്ത് പോകും. കാശ് കൊണ്ട് നടക്കുന്നതാണ് ഇപ്പോൾ ബാധ്യത, ചില്ലറയില്ല. കേരളം മാറിയൊരു മാറ്റേ. ഞാനതല്ല ആലോചിക്കുന്നത്, നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഇപ്പോൾ എവിടെയാണാവോ? പുള്ളി ഇപ്പോൾ എങ്ങനെയാണോ പേയ്മെൻറ്റ് നടത്തുന്നത്? പുള്ളി പണ്ട് ഒരുപാട് പുച്ഛിച്ചതാണ്. അതായത് നാട്ടിലെ മത്സ്യത്തൊഴിലാളികളാണോ അല്ലെങ്കിൽ മീൻ വിൽക്കുന്നവർ ഇന്നാ സാധനം എൻ്റെ കയ്യിൽ അക്കൗണ്ടിൽ കാശുണ്ട്, കയ്യിൽ പൈസ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ മീൻ തരാൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഒരുപാട് നാളൊന്നും ആയിട്ടില്ല കേട്ടോ, കൂടിപ്പോയൊരു 5, 6, 8 വർഷം, 5 വർഷം 6 വർഷമൊക്കെ മാക്സിമം. അപ്പോൾ അവിടെ നിന്നൊക്കെ മാറി കേരളം ഇപ്പോൾ എവിടെ എത്തി? പിന്നെ പുള്ളി ഇപ്പോൾ പറയണതിനെ പറ്റിയാണെങ്കിലും ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയാമെന്നല്ല കേട്ടോ, ഒന്ന് രാഷ്ട്രീയവൽക്കരിക്കാനൊന്നും വന്നല്ല. ഞാൻ സംസാരിക്കാൻ വന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വരുന്നവന്മാർ, അതായത് ഈ വണ്ടിയുടെ വിൻഷീൽഡ് ക്ലീൻ ചെയ്യാൻ വരുന്നവരുണ്ടല്ലോ, അവർ നമ്മുടെ പൈസയും കൊണ്ട് പോകുന്നൊരു സീനുണ്ട്. അതറിയോ? അതായത് ഈ പറഞ്ഞ ടോൾ ഗേറ്റ് കിടക്കാനായിട്ട് നമ്മൾ വെക്കുന്ന ടാഗുകൾ, ഈ ടാഗുകളിൽ കാശുണ്ട്. ഈ ടാഗ് സ്കാൻ ചെയ്ത് കാശ് കൊണ്ടുപോകുന്ന തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് നോർത്ത് ഇന്ത്യൻ ലോബി തന്നെയുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ വണ്ടി ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ തന്നെ ഇപ്പോൾ പുള്ളി പറഞ്ഞ പോലെ നമുക്കിത് തീർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ മിണ്ടുന്നതിന് മുമ്പ് അവന്മാർ അടിച്ച് വെള്ളമൊക്കെ അടിച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പല ആൾക്കാരുടെയും കാശ് പോയി കഴിയുമ്പോൾ ആ സമയത്ത് വണ്ടി ഓടിക്കുന്ന തിരക്കിൽ ഈ മെസ്സേജുകളൊന്നും ആരും നോക്കാറില്ലല്ലോ. പക്ഷെ അത് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാശ് പോകും. അങ്ങനെ പല സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പല ആൾക്കാരും ഫോൺ ഹോൾഡ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊന്ന് നോക്കുക, തിരിച്ചു പോവുക, ഇവരെ പോലീസിൽ ഏൽപ്പിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുക. കാരണം ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, എല്ലാവരും സൂക്ഷിക്കുക.